ഫസ്റ്റ് ഇൻഡക്ഷൻ കഴിഞ്ഞു. 24 hours വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയുക, സർവീസ് ഓപ്പൺ ആയില്ല. നന്നായി പെയിൻ സഹിച്ചു. മീൻസ് നന്നായിരുന്നില്ല, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഒരു പെയിൻ എനിക്ക് തിരി കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 24 hours കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം അത് കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഇൻഡക്ഷന് ഇത് ബർത്ത് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നേക്കുക. കുട്ടേട്ടൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ബർത്ത് സെൻ്ററിലാണ്. അടുത്ത ഇൻഡക്ഷൻ ചെയ്യാൻ പോയത് ടാബ്ലറ്റ് വെക്കുക. എനിക്ക് അങ്ങനെ മെഡിക്കൽ ടൈംസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ടാബ്ലറ്റ് വെക്കുന്ന പറഞ്ഞ നേരത്തെ ചെയ്തതിൻ്റെ ഞാൻ നോക്കിയിട്ട് പറയാം. അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല. ഒരു വൈറ്റ് സ്ട്രിപ്പ് പോലെ. ഞാൻ റൂം കാണിച്ചു തരാം. ഇതാണ് ബർത്ത് സെൻ്റർ. ഞങ്ങളുടെ ബാഗ് കുട്ടികളെ എത്തിയിട്ടില്ല. ഞാൻ ഇൻഡക്ഷൻ ചെയ്യാൻ വേണ്ടി കിടക്കാൻ പോവാണ് ഇപ്പം. അങ്ങനെ കുട്ടികളെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എത്തി ഗൈസ്. രണ്ടാമത്തെ ഇൻഡ്യൂസ് ബലൂൺ ഇൻസേർട്ട് ചെയ്തിട്ട് 24 hours വെയിറ്റ് ചെയ്യണം. ചിലപ്പം ഈ റൂമിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ താഴെ നേരത്തെ കിടന്ന റൂമിൽ അല്ലെങ്കിൽ അവിടുത്തെ വാർഡിലേക്ക് മാറ്റിയിട്ട് ആഫ്റ്റർ 24 hours കഴിഞ്ഞിട്ടാണ് എന്തോ പ്രൊസീജിയർ. എന്തോ ഡയലേറ്റ് ആകുമ്പോൾ ആ ബലൂൺ പുറത്തേക്ക് പോരും എന്നാണെന്ന് അവർ പറഞ്ഞേ. ഒരു ബലൂൺ വെച്ചിട്ടുണ്ടല്ലേ. ഡിസ്കംഫർട്ട് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കിടക്കാനിരിക്കാനും പറ്റുന്നില്ല. ഇനി നോക്കട്ടെ, ഓരോ ദിവസത്തിനുള്ളിലെങ്കിലും ബേബി വരും. പറ്റുമെങ്കിൽ മറ്റേ പ്രസവ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടെങ്കിൽ അതെ, അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടി എന്ന് വിചാരിക്കുന്നു. പറ്റിയ പിന്നെ എൻ്റെ ഒരു അവസ്ഥ കാരണം നല്ലൊരു ബോധം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടും എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ മാക്സിമം നോക്കാം, ആ ഒരു അവസ്ഥ അനുസരിച്ച് നോക്കാം. ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി നോക്കട്ടെ. എനിക്ക് 2 ഇൻഡക്ഷൻ കഴിഞ്ഞ്, ഫസ്റ്റ് ഒരു സ്ട്രിപ്പ് പോലത്തെ, സെക്കൻഡ് ബലൂൺ ഇൻഡക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ടൈമിൽ മോർണിംഗ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മുമ്പ് തന്നെ എന്നെ ബർത്ത് സെൻ്ററിലേക്ക് മാറ്റിയിട്ട് അവർ വാട്ടർ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. പിന്നെ ട്രിപ്പ് ഇട്ടിട്ട് പെയിൻ വരാനുള്ള. അപ്പം നോർമൽ ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും എനിക്ക് ഹൈപ്പോ 4-5 പ്രാവശ്യമായി. അപ്പോൾ എൻ്റെ കൺട്രോളിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് ബോധം ഇങ്ങനെ വിറവലും ബോധമില്ലാത്തൊക്കെ പോലെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവർ എപ്പിഡ്യൂറിൽ ആദ്യമേ എന്നടുത്ത് ഈ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, എപ്പിഡ്യൂറിൽ സമയത്ത് വന്ന് പറഞ്ഞാലും ഓൺ സൈറ്റ് എല്ലാവരും ഉണ്ട്, പറഞ്ഞാൽ മതി, ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് തരാം. അപ്പം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളാണ്. അപ്പം ഹൈപ്പോ ആയതുകൊണ്ട് മിഡ് വൈഫും ഞങ്ങളുടെ അസൈൻഡ് മിഡ് വൈഫും ഞാനും കുട്ടികളും കൂടി ഒക്കെ എപ്പിഡ്യൂറിൽ എടുക്കാം. അപ്പോഴേക്കും എനിക്ക് കൺട്രാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് വലിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പിന്നീട് മിഡ് വൈഫ് കാണിച്ചു തരുന്നുണ്ട്, ഗ്യാസ് വലിക്കുന്ന രീതിയൊക്കെ. ഇതൊക്കെ വാട്ടർ ബ്രേക്കിന് മുമ്പാണ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അങ്ങനെ എപ്പിഡ്യൂറിൽ എടുത്തു കഴിഞ്ഞിട്ട് ഈവനിങ്ങൊക്കെ ആയപ്പോഴേക്കും കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി. കൺട്രാക്ഷൻസ് വരെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് വേറെ മിഡ് വൈഫ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് വാങ്ങിച്ച ഡോക്ടേഴ്സ് വന്നു. ഞങ്ങൾക്ക് ബ്രീഫായിട്ട്, എൻ്റെ അടുത്തും ബ്രീഫായിട്ടുള്ള എൻ്റെ കണ്ടീഷൻസ് ചോദിച്ചു. ഡോക്ടേഴ്സും പറഞ്ഞു തന്നു. ഒരു 9:30-10:30 മൂന്നാമത്തെ PV ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും സെയിം ലൈക്ക് 7 ആയിട്ടില്ല, സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് വന്ന ടൈമിലും എനിക്ക് പിന്നെ ഹൈപ്പോ അടിച്ചു. ഈ ഹൈപ്പോയുടെ ടൈമിൽ എനിക്ക് ഗ്ലൂക്കോസ് ഷോട്ട്, പേസ്റ്റ്, ടാബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ടാബ്ലറ്റ്, പിന്നെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓറഞ്ച് ജ്യൂസ്, ഇതൊന്നും വർക്കായില്ല. ലാസ്റ്റ് ടൈം ആയപ്പോൾ ഒട്ടും വർക്കാവുന്നില്ല, വിറവലൊക്കെ കൂടി. പിന്നെ 10:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പം സർവിക്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അവർ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 11 ആയപ്പോഴേക്കും എന്നെ ബെഡൊക്കെ എടുത്തുകൊണ്ട് അവർ മൂവ് ഓൺ ചെയ്ത് തിയേറ്ററിലേക്ക് മാറ്റി. സാധാരണ ഇവിടെ
പ്രൊസീജിയറിന് മുമ്പ് പാർട്ട്ണറിനെ കയറ്റും. പക്ഷെ എൻ്റെ കേസിലോ എല്ലാം തുടങ്ങി കഴിഞ്ഞ് അവരെല്ലാം ചെയ്തു കഴിഞ്ഞ് കുഞ്ഞിനെടുക്കണേക്കെ തൊട്ട് മുമ്പ് കുട്ടീനെ കയറ്റുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഹൈപ്പോ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവർ സി സെക്ഷൻ നോക്കിയത്. അല്ലെങ്കിൽ അവർ പിറ്റേ ദിവസം രാവിലത്തേക്ക് മുമ്പ് എങ്ങനെയെങ്കിലും നോർമൽ ഡെലിവറി ആവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർക്കും. Right? It's normal offence, okay? Okay? Maybe we have a please, that's okay. Yeah, it's all your That's all your waters. waters, okay? It's going to keep coming out. That's it, that's it. Keep going, keep going. I think baby's did a little poo inside you though. So we need to That's it, well done. let's change that sheet. And Well done. അതിനെ ചൂട് പോലെ പൊട്ടിച്ച് ചൂട് കൊണ്ടുകൊണ്ടേയിരിക്കും. See, you did really well, you did really well. It will make you feel a little bit out of it, that gas, Nice okay? deep breaths and that gas will out your system. That's it, you're okay, you're safe. Right, my darling, lift up your bottom slowly. Lots of fluid there. There you go, sweetheart. All done. Okay. Amazing, that's your water's gone. Alright. Straighten your nose. ഇതാണ് ഇവിടുത്തെ ദുപ്പിടുന്ന മെഷീൻ. എങ്ങനെയുണ്ട്? ടാറ്റ, പിന്നെ കാണാൻ തോന്നിയത്. But we're not quite ready, so let's get our stuff ready and all that stuff, then we can sit right. Oh what? I don't bother. No. Yeah, I don't bother. What we do is we can get a little tourniquet and blood set up. I'll open the rest You scrub up, I'll open it. I'll open that as well. I'll open everything. You just don't want that. What's I'm going to try and find another blood pressure cuff, because that's not Okay. No. It's not really painful. We'll give you a bit of local anaesthetic, okay, and that will numb it, okay. After that, you'll just feel pressure, all right. The local anaesthetic feels like. Well done. Perfect. Right. Comes the really unpleasant bit. I need to spray your back with something really, really cold. I'm sorry, but it will kill bacteria that might be living on your skin. Okay. Ready? You did pretty well. People are normally jumping on the roof, so you've done really well. Or were you just a bit hot? Was this nice and cooling? There you go, that's alright then. Okay, we'll let that just dry for a second and we'll do it one more time. You probably needed No, that. maybe, yeah. You probably needed that during the hypo. Yeah. Alright, ready for a second one? The second one, funnily enough, isn't as bad. Yeah, there you go, see? Wonderful.
Yeah, I was going to get her in the right. Let's wait for Amy, make sure you're happy. Yeah, you happy? Yeah. Shall we take her up Yeah. into the air a bit? So we're going to take you a bit higher. Just your bed moving. Just your bed coming up, okay? Her feet, okay. Can you tell me about her feet? Come here, please. Yeah. Right, thank you. Yeah, is that all right with you? I'm okay. Don't worry about me. Yeah. So I'm doing nothing at the moment, nothing sharp at the moment. I'm just prepping around. I'm just putting some drapes and clean sheets. Okay? Once I do the injections and stuff, I'll let you know. Yeah. Okay? Just drying up and just prepping a bit. Right. If it's just, please will you let me know when it's been sighted and then when you give like a tester, it's just. Yeah, yeah, you can record it on there. Alright. So this is just a clean sheet coming at your back. Nothing sharp at the moment. Go ahead. We might be a while too. So now, once this contraction is over, you let me know and I will start the process, okay? So ഈ ഒരു ടൈമിൽ എൻ്റെ എപ്പിഡൂറിൽ എടുത്തുകൊണ്ടിരിക്കുക, പക്ഷേ ഒരു 7 പ്രാവശ്യം അവർ എടുത്തു. ആ ഒരു ടൈമിൽ കൺട്രാക്ഷൻ പെയിനും വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത്തിരി ഡിലേയും ആയി. അപ്പോൾ ഇനി ഗ്യാസ് വലിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ കുട്ടികളും മിഡ് വൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 7 പ്രാവശ്യം എടുത്തു. പിന്നെ കുത്തുന്നതിൻ്റെ പെയിനും കൺട്രാക്ഷൻ പെയിനും വരുമ്പോൾ ഞാൻ ഗ്യാസ് വലിച്ചുകൊണ്ട് തല കുപ്പിട്ട് അവർ പറയുന്ന ആ ഒരു പോസ്റ്ററിൽ ഇരുന്നു. പിന്നെ ആ സമയം കടന്നുപോയി. ഈ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആയിട്ട്. പിന്നെ ഈവനിങ് പിന്നെയും ഹൈപ്പ് അടിച്ച് ഈ ഒരു ടൈമിൽ എപ്പിഡൂറിൽ ആശ്വാസത്തിൽ കിടക്കുകയാണ്. പിന്നെ നൈറ്റാണ് പിന്നെ ഹൈപ്പ് അടിച്ച് അങ്ങനെ ആയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് ഒരു രീതിക്ക് മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ രീതിക്കും 2 നഴ്സുമാർ മലയാളികളായിരുന്നു. മിഡ് വൈഫ്സ്, അവിടുത്തെ HCAs, ഹെൽപ്പ് ചെയ്യാൻ വന്ന എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ്. പിന്നെ എനിക്കൊരു 8 പ്രാവശ്യം മീൻസ് 3 പ്രാവശ്യം ആദ്യം കൺഫേം ചെയ്യാനുള്ള സ്കാനിങ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങുകൾ കിട്ടി. പിന്നെ മന്തിൽ എല്ലാ പ്രാവശ്യം ഡയബറ്റിക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ്, ഫാമിലി, ഫ്രണ്ട്സ് പിന്നെ പ്രിയപ്പെട്ടവരടുത്തുണ്ടായിരുന്നില്ലെങ്കിലും എല്ലാവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞ് അതൊരു എല്ലാം നല്ലതുപോലെ നോക്കാൻ പറ്റിയതിന് എല്ലാവരുടെ ഹെൽപ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്. നല്ലപോലെ മുന്നോട്ട് പോയി. പ്രഗ്നൻസി പീരീഡ് ഇത്തിരി വോമിറ്റിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഡയബറ്റിക്കിൻ്റെ കേസിലാണെങ്കിലും എപ്പോഴും ഷുഗർ താഴ്ന്നു പോകും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂ കാരണം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പം ആ ഒരു സമയം നല്ല രീതിക്ക് ഓർക്കുമ്പോൾ ഒരനുഭവം, ഒരു എക്സ്പീരിയൻസ്. അത് ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് പോകുന്നു. എല്ലാവരും ഹെൽപ്പുണ്ട്. എൻ്റെ അടുത്ത ടൈം ഞാനും കുട്ടികളും ഒറ്റയ്ക്കാണല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. താമസം ഉറപ്പിച്ചിട്ട് 1 മാസമായി. നിൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്നു നീ 1 മാസമായിട്ട്. നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഇനി ഈ
സെൻസർ ഞങ്ങൾ ഊരി കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോവാണേ.